guys, welcome back to വെൽക്കം ബാക്ക് ടു ടിൻചാസ്. എന്താണ് പറയ്, എന്താണ് ഇന്നത്തെ 8ന്റെ അംഗം കഴിഞ്ഞ് 9ലേക്ക് കിടക്കുന്ന ദിവസമാണ് മക്കളെ. നമ്മുടെ 9ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങൾ പതിവിലും നേരത്തെ അമ്പലത്തിലേക്ക് പോകാൻ പോകുന്ന സമയത്തായിരുന്നു കേട്ടോ. 8 മണിയായിട്ടുള്ള സമയം. 8 മണിയായോ? സാധാരണ നമ്മൾ 10 മണിക്കല്ലേ അമ്പലത്തേക്ക് ഇറങ്ങാറുള്ളൂ. അപ്പൊ നമ്മളത് അമ്പലത്തേക്ക് ഇറങ്ങാൻ പോവാണ്. പറയും 9 വർഷത്തെ വിശ്വസും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. നിന്നോട് പറയാനാ? നിന്നോട് രഹസ്യമായിട്ട് പറയാം കേട്ടോ. ഞങ്ങൾ രഹസ്യമാണ്. അപ്പൊ അങ്ങനെ 8ന്റെ അംഗം കഴിഞ്ഞു. എനിക്ക് 9 അങ്കൊക്കെ നല്ല അംഗമായിരുന്നു. സമാധാനവുമായുള്ള അല്ലേ അല്ലേ. അപ്പൊ 8ന്റെ അംഗം കഴിഞ്ഞല്ല 8 വർഷം കഴിഞ്ഞ് ഞങ്ങൾ 9ലേക്ക് കിടക്കാണ്. 9 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ടൈമിൽ ഞാൻ കാല് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യോ ഇല്ല, ഞാൻ മേക്കപ്പിലായിരുന്നു. കാരണം നമ്മുടെ മുഹൂർത്തം എന്ന് പറയുന്നത് 11 മണിയൊക്കെ ആയിരുന്നു. ഏകദേശം കാല് പിടിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു അച്ഛനും അമ്മയും ഒരു വീട്ടിൽ ക്ഷണിക്കാൻ പോയിരിക്കുന്ന കല്യാണത്തിന്റെ അന്ന് രാവിലെ ഒരു വീട്ടിൽ ക്ഷണിക്കാൻ പോയിരിക്കുന്നു. വേണ്ടപ്പെട്ട പറഞ്ഞിട്ട് കാര്യമില്ല, മറന്നുപോയി. അപ്പൊ നമ്മള് അവിടെ ക്ഷണിക്കാൻ പോയിരിക്കുന്നവര്. പക്ഷെ 9 വർഷമായി. എനിക്ക് പക്ഷെ പിള്ളേര് 2 പേരെ കാണുമ്പോ മാത്രമാണ് ഇത്ര വർഷമായി തോന്നുന്നത്. അതല്ലാണ്ട് എനിക്ക് 9 വർഷമായി. ഞാൻ സത്യമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 2 കൊല്ലത്തിന്റെ ഒക്കെ ഒരു പ്രതീതിയിലുള്ളൂ. 9 വർഷമായി തോന്നുന്നുണ്ടോ? മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട്. ഏട്ടന് തോന്നുന്നുണ്ടാവും. എനിക്ക് സത്യമായിട്ട് എനിക്ക് തോന്നില്ല. കാരണം അടുത്ത കൊല്ലം എന്ന് പറയുന്നത് 10ാമത്തെ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ വലിയേട്ടനും ചേച്ചിയും വന്ന ഇയർ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈശ്വര 10 വർഷം, 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അല്ല, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞത്. അത് വേറെ കാര്യം. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിലൊക്കെ നമ്മുടെ ദാമ്പത്യം സുഖസുന്ദര കോമളപുരിതമായി പോകുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും അമ്പലത്തേക്ക് ഇറങ്ങട്ടെ. പിള്ളേരൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അമ്പലത്തേക്ക് പോകാനുണ്ട്. അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. കുട്ടി പാറു, നമ്മ ഇങ്ങടെ പോണേ. ഇന്നെന്താ സ്പെഷ്യല്? വെഡിങ് ആനിവേഴ്സറി സുധിട്ടാ. വെഡിങ് ആനിവേഴ്സറി സുധിട്ടാ. അപ്പൊ ഇന്ന് പരിപാടികൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വെഡിങ് ആനിവേഴ്സറി, പിറന്നാള്, ഇതിനൊക്കെ നമുക്ക് സെയിം റൂട്ടീനാണ് നമ്മൾ പിടിക്കാറുള്ളത്. വൈകുന്നേരം ആകുമ്പോള് ഇതുവരെ എന്താണ് നെക്സ്റ്റ് അങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ല. ഇപ്പൊ നമ്മള് രാവിലെ ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോവാം. രാവിലെ അമ്പലത്തിൽ പോകുന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കുന്നു, വരുന്നു. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ സംഭവമൊന്നുമില്ല. വൈകുന്നേരം നമ്മൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നു. കേക്ക് വാങ്ങിച്ചിട്ടില്ല, അത് അത്ര നേരം വേണ്ടല്ലോ. കേക്ക് കട്ട് ചെയ്യുന്നു, പിന്നെ പുറത്തോട്ട് ഫുഡ് കഴിക്കുന്നു. പിന്നെ ഇത് സിനിമയ്ക്ക് പോകണം എന്നറിയണ്ടായിരുന്നു. പറ്റുമെങ്കിൽ സിനിമയ്ക്ക് പോകണം. ഇത് ആ സിനിമയ്ക്ക് പറ്റുമെങ്കിൽ പോകണം. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ഒരു ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ വെറുതെ എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ എന്താ പറയാ, 8:45 കഴിഞ്ഞ ഒരു 9 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം നീ എന്ത് ചെയ്തു? ഇപ്പൊ എന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. മേക്കപ്പ് കഴിഞ്ഞ് റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ വന്ന് ജയിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്റെ കല്യാണ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഞങ്ങളുടെ കല്യാണ ഫോട്ടോ കാണിക്കാം. അതില് അന്നത്തെ ട്രെൻഡിങ്, അന്ന് വന്നിരിക്കുന്ന ട്രെൻഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ മുല്ലപ്പൂ ഇങ്ങനെ വെക്കില്ലേ, നമ്മള് വട പോലെ വെക്കില്ലേ. അതായത് ആദ്യമൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ മുല്ലപ്പൂ ഇങ്ങനെ കെടുക്കണായിരുന്നു ബ്രൈഡിന്റെ സ്റ്റൈല്. പിന്നെ വന്നിരിക്കുന്ന സ്റ്റൈലായിരുന്നു ഇങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ ഉള്ള സ്റ്റൈൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് എന്റെ ചേട്ടനുണ്ട്, ജയച്ചേട്ടൻ. അപ്പൊ ജയച്ചേട്ടൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് തലയിൽ ഇങ്ങനെ മുല്ലപ്പൊക്കെ ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പൊ ജയച്ചേട്ടൻ കൊണ്ട് ഭയങ്കര വിഷമം. ചേട്ടൻ പറഞ്ഞു, അയ്യോ തലയിൽ പൂവില്ല. അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തലയിൽ പൂ കുറവായിരുന്നു അന്ന്. പിന്നെന്താ എനിക്ക് മെമ്മറീസ് എന്ന് പറയാനായിട്ട്,
എന്റെ പൊന്നെ ഇവര് കല്യാണത്തിന് ഇവര് കേറിയപ്പോൾ ഞാൻ താലം നമ്മ വരുമല്ലോ അപ്പുറത്തേക്കണം. അപ്പൊ ഇവരൊക്കെ പറയുന്നോട് ഇതെന്ത് വാദ്യമേളക്കാര് വരുന്ന പോലെ വരുന്ന ഏട്ടന്റെ കയ്യിലും 10 വിരലൊരു 20 മോതിരം കഴിച്ചത് ഇവിടെ തൊട്ട് ഇവിടെ വരെ കഴിച്ച് സ്വർണ്ണാഭരണ വിഭൂഷകനായി. അഴിക്കാൻ സമയം കിട്ടില്ല. അത്രയും ഗോൾഡ് ഇട്ട് അറുബോറായിട്ടായിരുന്നു എൻട്രി. പിന്നെ അന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിൽ കുറെ നാൾ വിശേഷം ഉണ്ടായിരുന്ന കല്യാണം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കല്യാണം. അപ്പൊ പിന്നെ ബന്ധുക്കാർക്ക് സന്തോഷം അറിയിക്കും അവര്. അതൊന്നാമത്തെ ദിവസം. പിന്നെ ചില കാല് പിടിച്ച് തീരണ്ടേ, മുഹൂർത്തത്തിന് എത്തണ്ടേ. അച്ഛനാണ് നടക്കുന്നത്, പോ. അപ്പൊ അതിന് വേറെ ആള് വരും. അത് നമ്മളത് ആരും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, എല്ലാരും നമ്മൾ കാണണ്ടേ. അത് കഴിഞ്ഞ് നേരെ ഓടിക്കേറിയതാ കാറിലേക്ക്. അങ്ങനെ ഓടിക്കേറി അതിനിടയിൽ ഫോട്ടോ കാര്യങ്ങളും ഒക്കെ ചെയ്തു. പിന്നെ ഇവര് ഒരു 10-40 ആണുങ്ങള് ഫുള്ള് ഒരു നല്ല 2 കളറായിരുന്നു. 2 കളറ് ഷർട്ടും മുണ്ടും 10-40 എണ്ണം, കൊറേ പെൺകുട്ടികളും. പൊന്നെ, അതായത് നൈസായിരുന്നു. പക്ഷെ അന്നൊക്കെ പറഞ്ഞ കളർ കോഡിങ് അങ്ങനെ കത്തി നിൽക്കുന്നത് സാധനം നൈസായിരുന്നു കാണാനായിട്ട്. ചെറുപ്പക്കാര് ഫുള്ള് മറ്റേ ഇത് ഇൻക്ലൂഡിങ് നീക്കില് വരെ ഒരു ചെങ്കലറായിരുന്നു. പിന്നെ അച്ഛന്മാര് കംപ്ലീറ്റ് ലൈറ്റ് ഗ്രീൻ. ഇപ്പോഴും നാശമായിട്ടില്ല. അങ്ങനത്തെ ഒരു നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. ഇതായിട്ട് ഞാൻ പറഞ്ഞ ഇത്. അപ്പം ഇങ്ങനത്തെ നല്ല നല്ല കല്യാണത്തിന്റെ മെമ്മറീസ് ഉണ്ട്. പിന്നെ കല്യാണ ദിവസത്തെ മെമ്മറീസ് ഒക്കെ പറയണല്ലോ. ഡേ 20 വരെ നല്ല നല്ല മെമ്മറീസ് ആയിരിക്കും അല്ലേ അല്ലേ? അപ്പൊ പിന്നെ എല്ലാ കൊല്ലവും പറയുന്ന കാര്യമുണ്ട്. എല്ലാ കല്യാണം വേറെ എല്ലാ കല്യാണങ്ങളും വരുമ്പോഴും പറയുന്ന കാര്യമുണ്ട്. കറി കിട്ടിയില്ല, ചോറ് കിട്ടിയില്ല. അത് വേറെ സംഭവമാണ് കേട്ടോ. എന്റെ കല്യാണത്തിന് എന്തായി, എന്റെ കല്യാണത്തിനും അച്ഛൻ എന്നെയും കൂടി എടുത്തിട്ടാണ് എന്തൊക്കെ വിഭവങ്ങൾ വേണം എന്നുള്ള സാധനമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയാം എത്ര തരം കറികളുണ്ട്, എത്ര തരം പായസം ഉണ്ട്, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ക്യാബേജും ഇഞ്ചമ്പുളിയും സാമ്പാറും മാത്രം. പക്ഷെ കഴിഞ്ഞ വിളമ്പാൻ ഒരു മനുഷ്യ കുഞ്ഞിനെ കാണില്ല, ആരും കാണില്ല ഓഡിറ്റോറിയത്തിൽ. അപ്പൊ ഞാൻ എന്ത് പറ്റി സംഭവിച്ചത്, കറി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോ ഉണ്ടോ കിച്ചണില് ഫുള്ള് കറികൾ ഇങ്ങനെ ഇരിക്കുക. പായസമൊക്കെ ഇങ്ങനെ പായസമൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് സപ്ലൈ ചെയ്തോണ്ടിരിക്കുക, അയൽവക്കക്കാർക്കൊക്കെ. എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് ഇരുന്ന ആൾക്കാർക്ക് അടക്കം പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടിയിട്ടില്ല. അതായത് പ്രോപ്പറായിട്ട് വിളമ്പിയില്ലവര്. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കേട്ടൊരു എനിക്ക് നാണക്കേടായ ഒരു സംഭവം എന്ന് പറഞ്ഞത് അതായിരുന്നു. അതായത് ഭക്ഷണം വിളമ്പി വെച്ചോടത്തുനിന്ന് ഒരപ്പൻ എണീറ്റ് പോയി. ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഭയങ്കര സർവീസ് ഭയങ്കര മോശമായിരുന്നു. എന്നിട്ട് 2 വർഷങ്ങൾക്ക് ശേഷം സെയിം ഓഡിറ്റോറിയത്തിൽ കീത്തൂരെ കല്യാണം നടന്നപ്പോ ശരിക്കും ആത്മാർത്ഥമായിട്ടും അതവര് ഏൽപ്പിച്ച പാചകക്കാരൻ ഞങ്ങൾ ഏൽപ്പിച്ച സെയിം പാചകക്കാരനായിരുന്നു. അപ്പോഴേ ഞാനൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഗുരുവായൂരിന്ന് വന്നിറങ്ങിയ സമയത്ത് ഞാൻ അവിടെ അമ്പലത്തിലേക്ക് പ്രാർത്ഥിച്ചതാ, കാരണം ഈശ്വര ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാണ്ട് പോവരുതേ, ഭക്ഷണം കിട്ടണേ. സെയിം അവസ്ഥ അവിടെയുണ്ട്. അയ്യോ കാരണം എനിക്കറിയാം അത് എത്രത്തോളം നാണക്കേടാന്ന് നമുക്കറിയാലോ. ഇപ്പൊ നമ്മൾ കെട്ടിക്കയറി പോകുമ്പോഴെല്ലാരും പറഞ്ഞ പായസം കിട്ടില്ലട്ടാ, ഞങ്ങൾക്ക് ചോറ് കിട്ടില്ലട്ടാ, അങ്ങനെയൊക്കെ ഒരു കളിയാക്കിയിട്ട് ഒരു തമാശക്ക് പറയാനാണെങ്കിൽ പോലും നമുക്കത് ഹേർട്ട് ചെയ്യില്ലേ, നമുക്ക് വിഷമാവില്ലേ അത്. അപ്പൊ എനിക്കറിയാം അത് നാണക്കേടാണെന്നുള്ള സംഭവം. അതേ കണക്കിന് തന്നെ അവൾക്കും കിട്ടില്ല. എന്നിട്ട് എന്റെ മോളുടെ 9ാം മാസം ഞാനായിരിക്കുന്ന സമയത്ത് എനിക്ക് കുമ്പളങ്ങ പായസം ഉണ്ടായിരുന്നു. ആ സമയത്ത് കുമ്പളങ്ങ പായസം ഒരിക്കലും വന്നിട്ടില്ല, എന്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നു. പായസം കിട്ടിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എല്ലാവരും പറയാം എനിക്ക് പായസം വേണമെന്ന് പറഞ്ഞാൽ 9ാം മാസമാണ് ഞാൻ അവർക്ക് എല്ലാവർക്കും പായസം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഭക്ഷണം കിട്ടാത്ത. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് റിസപ്ഷൻ ടൈമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വലിയ കൊടുങ്കാറ്റ് വന്നത് ഓർമ്മയിട്ടായിട്ട്. അത് പക്ഷെ നല്ലൊരു സുഖമായിട്ടാ, അതായത് ഭയങ്കര നല്ല കാറ്റും മഴക്കുള്ള മഴ ഉണ്ടായിരുന്നു. ഇല്ല അങ്ങനെ മഴ ചെയ്തില്ല, മഴ പെയ്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് AC ഇട്ട പോലെ നല്ല തണുപ്പായി. അങ്ങനെയൊക്കെ അതൊക്കെയാണ് കല്യാണത്തിന്റെ ഓർമ്മകള്.
കഴിയുണ്ടായില്ലേ വീട്ടില് റിസപ്ഷൻ കഴിയുണ്ടായില്ലേ 8 മണിക്ക്. അയ്യോ ഞങ്ങൾ ഇറങ്ങുന്ന സമയം 8 മണിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ 9 കണ്ട് ഇറങ്ങിയപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ വരുന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ ഗൈസ് നമ്മളിത് കഥ പറഞ്ഞ് ദീർഘിപ്പിച്ചല്ലേ. നമ്മളിത് അമ്പലം എത്താറായിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ കഴിച്ച് നിന്നിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. വീഡിയോ എടുക്കുന്ന സംസാരിക്കണല്ലേ. എന്താ ഇയാളുടെ ഹെയർ ഇങ്ങനെ കെട്ടി വെച്ചിരുന്നതാണല്ലോ. ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. പണിക്കാട്ടിൽ നിന്നാണ് കേട്ടോ നമ്മുടെ തറവാട്ടമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ഈ അമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. പാറുക്കുട്ടി ഇപ്പോൾ നൈസായിട്ട് ഫോണൊക്കെ പിടിക്കാനും ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാനും കുറേ നവരസങ്ങളൊക്കെ കാണിക്കാനും അത്രയ്ക്ക് ആയിട്ടുണ്ട്. എന്തൊക്കെയോ കാണിക്കുകയാണ്. ഞാൻ മുടി ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ പ്രാവശ്യം ഓരോ ഡിമാൻഡൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം പോണത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ്. എനിക്ക് ഓരോ വർഷം പോകുമ്പോഴും സന്തോഷത്തോടൊപ്പം തന്നെ ഒരു പേടിയും വരാറുണ്ട് കേട്ടോ. ഈശ്വര, വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അങ്ങനെ ഒരു പേടി എനിക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പം എനിക്ക് ഇന്നത്തെ ഈ ഒരു വർഷം വരെ 9 വർഷത്തിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇതുവരെ ഒരു എന്താ പറയുക, ഏട്ടൻ്റെ ബിഹേവിയറിൽ നിന്ന് എനിക്ക് അയ്യോ ഇത് വേണ്ടായിരുന്നു അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതല്ലെങ്കിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ഞാൻ ഇദ്ദേഹത്തിന് പറ്റിയ ഒരാളല്ല, അങ്ങനെ എനിക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് എനിക്ക് കിട്ടേണ്ട ഒരാളായിരുന്നില്ല, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഏട്ടൻ. എന്താ പറയുക, പ്രയോറിറ്റി എപ്പോഴും റിലേഷൻഷിപ്പിനാണ് ഏട്ടൻ കൊടുക്കാറുള്ളത്. അതായത് നമ്മുടെ ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് കൂടുതൽ എനിക്കാണ് കിട്ടുന്നത്. അതേപോലെ കുട്ടികൾ, കുടുംബം, നമ്മുടെ ഞാനും നമ്മുടെ 2 കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫാമിലി മൊത്തം ഏട്ടന് ഭയങ്കര വേണ്ടപ്പെട്ടതാണ്. ഞങ്ങളങ്ങനെ അതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു മസാല ദോശ നമുക്ക് പതിവാണ്. നമ്മൾ പൊട്ടിച്ചിട്ട് തിന്നാം. പൊട്ടാത്ത വേണം. അങ്ങനെ രാവിലെ നമ്മൾ മസാല ദോശയും പൂരിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും എനിക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ തുടങ്ങി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ദേ ഈ പരിവായിട്ടോ. കാരണം കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ നല്ലോണം വൊമിറ്റിംഗ് ഒക്കെ ആയി, തല പൊളിയുന്ന തരത്തിൽ തലവേദനയായിട്ട് അതേ നമ്മൾ ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു എനിക്ക്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്കൊരു ഉച്ചയ്ക്ക് ഇപ്പോൾ തുടങ്ങി, അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് തലവേദന എനിക്കുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര മാരകമായി. എനിക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയുള്ള ആളാണ്. എനിക്ക് എത്ര വേദന ഉണ്ടെങ്കിലും ഞാൻ ഇഞ്ചക്ഷൻ എടുപ്പിക്കില്ല, എന്തെങ്കിലും മരുന്നേ കഴിക്കത്തുള്ളൂ. മരുന്ന് മതി എന്ന് പറയുള്ളൂ. പക്ഷെ എനിക്ക് ഇന്ന് ചെന്നിട്ട് ഇഞ്ചക്ഷൻ എനിക്ക് അത്ര ആവശ്യമായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് എനിക്ക് വേദന കുറഞ്ഞില്ല. സെക്കൻഡ് ഡോസ് വീട്ടിൽ വന്നൊന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഉറങ്ങാനുള്ളൊരു സമയം ഉണ്ടായില്ല. എനിക്ക് കുറച്ച് വീഡിയോ വേറെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു സെക്ഷൻ അലങ്കരിക്കുകയായിരുന്നു. ഞാൻ പുതിയതായിട്ട് മേടിച്ച കുറച്ച് പ്ലാൻ ബൗൾസാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുണ്ടോ നിങ്ങൾ? പക്ഷെ ഇതിലിത്തിരി റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവുന്നതാണ്. ഞാൻ ഷോർട്സ് ഇടാം. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു. ചെറിയൊരു തലവേദന ഇപ്പോഴും ഉണ്ട്. കേക്ക് കട്ട് ചെയ്യണം, ഗിഫ്റ്റ് കൊടുക്കണം, എക്സൈറ്റഡ്. ഇതിൻ്റെ ഇടയിൽ കുറേ വോമിറ്റ് ചെയ്തു. നല്ല രീതിയിൽ വിശക്കണുണ്ട്. അത് കാരണം വയറ്റിലുള്ളതൊക്കെ കാലിയായി. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ നെക്സ്റ്റ് പരിപാടീസിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ.
കിടക്കാം. ഞാനപ്പോൾ ദേ ചുരിദാറൊക്കെ ഇട്ട് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും സെയിം റൂട്ടീനാണ്. അതായത് വൈകുന്നേരം ആവുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കാൻ പോകുന്നു, കൂടിപ്പോയ ഒരു സിനിമ. ഇത് നമുക്ക് പതിവാണ്. ഇതിലും വിപരീതമായി അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് നമ്മൾ ചെയ്യുന്നത് വളരെ അപൂർവമായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഞങ്ങൾക്ക് 10 പേരുടെ പിറന്നാൾ വരുന്നുണ്ട്, 3 പേരുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. ഇത് 12 മാസത്തിലും വരും. അപ്പോൾ എല്ലാ മാസവും നമുക്ക് സെലിബ്രേഷൻ കേക്ക് മുറിക്കട്ടെ. എനിക്ക് ഭയങ്കര വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു ഗൈസ്, എനിക്കൊന്നും തരുന്നില്ല ഗൈസ്. അങ്ങനെ അതൊന്നും പറ. സുന്ദരിയുടെ ഡ്രസ് നോക്കട്ടെ. എനിക്ക് ഇതാര് മേടിച്ചതാ? എന്തിനു മേടിച്ചതാ? നൈസ്. ചിരിച്ച ചിരിച്ച അനുവദിക്കില്ലേ ഞാൻ? എല്ലാം ഭയങ്കര കാശി വെയിറ്റ് ചെയ്യണേ. അല്ലു അതിന് വെയിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അല്ലു അതിനു കേട്ടാ. കേക്ക് ഇതെന്താ പ്രത്യേകത? ഇതെന്തിന്റെ കേക്കാ? എന്തിന്റെ കേക്കാ? അതല്ല, ആരുടെ കേക്കാന്നല്ല ചോദിച്ചത്. എന്തിനാ കേക്ക് കട്ട് ചെയ്യണേ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. 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 ഓക്കെ, അത് അവിടെ അപ്പൊ 9ാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. എന്നാ പറഞ്ഞു, അവർക്ക് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ കുഞ്ഞു കഷ്ണത്തിന്റെ വായിൽ വെച്ചു. അതിനുള്ള ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ചോക്ലേറ്റ് ഡ്രീം കേക്ക് ലെവലായിരുന്നു. ആദ്യമായിട്ട് 6 വയസ്സിന്റെ എന്റെ മോള്
പാറു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പാറും കുഞ്ഞോളും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗിഫ്റ്റ് ആണ്. സർപ്രൈസിന് അച്ഛൻ നോക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരി, എവിടെ എവിടെ പെണ്ണെവിടെ? ആ ഇതെങ്ങനെ തുറക്കണ്ടേ? ഇതെങ്ങനെ തുറക്കണ്ടേ? ആദ്യം ഇവിടെ തുറക്കണ്, എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇവിടെ ലവ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇവിടെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ടാ. ലെറ്റർ ഇങ്ങനെ എടുക്കട്ടാ. ഓ മൈ ഗോഡ്, നിക്കടാ. ഇത് കണ്ട കൊറേ ഉണ്ട്, കൊറേ പിടിച്ചോ. ഇത് മിഠായി അല്ല ലെറ്റർ ഉണ്ട്. മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഞാൻ വായിക്കട്ടെ ഇംഗ്ലീഷ്. അത് കുഞ്ഞും കൂടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡിയർ പാരന്റ്സ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു പപ്പ ആൻഡ് മമ്മ. ഓൾ മൊമെന്റ് വിത്ത് യു ഈസ് എ ഗ്രേറ്റ് ടൈം. My mama is a cutie mom. Thank you. And papa also a cute papa. In my life, I'm very satisfied and I got a loyal, beautiful and gentle parents. I love my parents and my lovely brother so much. You both are my biggest blessing. Thank you for every sacrifice you made for me. I pray that your love continues to grow stronger with every passing year. Happy 9th wedding anniversary, Amma and Acha. I'm proud to be your child and I love you both more than words can ever express. With all my love, your child. Super. Super. ചേച്ചിനോട് താങ്ക്സ് പറയണം കേട്ടാ. ചേച്ചി അടിപൊളിയായിട്ട് അതല്ല അമ്മ മലയാളത്തിൽ പറഞ്ഞിട്ടാ. ബെസ്റ്റ് ഗിഫ്റ്റ് ഫോറെവർ ഇൻ മൈ ലൈഫ്. അമ്മക്ക് സന്തോഷം കൊണ്ട് സങ്കടം കൊണ്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല. അതാണ് ഫോൺ പിടിക്കാൻ എന്തായിരിക്കും എനിക്ക് ഇല്ല ഒരു നോ ഗസ് ഇല്ല ഉണ്ട് സത്യം പറയട്ടെ. ഞാൻ വിചാരിച്ചതാ തുറന്ന് പറയാ എന്ന് എന്നാലും 5 തരുന്നത് പിന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാറുണ്ടായിരുന്നു, അത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് 29-ാം തീയതി അല്ല, ഞാൻ പറയില്ല കിട്ടി കഴിഞ്ഞിട്ടില്ല. 29-ാം തീയതി ഇന്നലെ ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ. ഞാൻ അപ്പുറത്ത് വിളിക്കാം. ഇവിടെ കുഴപ്പമില്ല. ആക്ച്വലി അവരുടെ കയ്യിൽ ഇട്ട് കൊടുക്കാല്ലേ, ഇങ്ങനെ കൊടുക്കണേക്കാളും ഇട്ട് കൊടുത്ത ഗിഫ്റ്റ് അല്ല. ഒരു ഗിഫ്റ്റ് ഞാൻ ഉണ്ട്, ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് നാളത്തെ അമ്മയ്ക്കൊരു ഒരു മിനിറ്റ് ഇപ്പൊ എന്തായിരിക്കും ദിവസം അയ്യോ ഇല്ല, കുറച്ച് കഴിട്ടായിക്കോട്ടെ. കേക്കട് വലത്തെ കൈ വിട്. മത്സ്യ ഇതിന്റെ കടം വിടണമെങ്കിൽ കേട്ടിട കറക്റ്റ്. അത് ഇഷ്ടായ
പിന്നല്ല എല്ലാരെയാണ് കഴിഞ്ഞില്ലേ? കൊടുക്ക തിരിച്ചു കൊടുക്ക് വേഗം വിട്ടാ. മോതിരം ഉറപ്പിക്കാമോ? കമ്മല് ഉറപ്പിക്കാമോ? ഉറപ്പാ? മാല പൊളി പൊളി. മറ്റേ ലോക്കേനെ വളയത് അല്ല, ലോക്കേനെ വളയത് തീപടക്കി വിട്ടിട്ട് ആടാ. ആക്ച്വലി ഈ സാധനം ഞാനോട് പറയാനില്ല, ഇങ്ങനത്തെ നമ്മൾ ആരുടെയിലും ഒക്കെ കണ്ടിട്ട് 5 5-ാണോ ആരുടെയിലോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചേന് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. പക്ഷെ ഇഷ്ടായി കഴിച്ചേന്നി പ്രതീക്ഷിച്ചിരുന്നല്ലോ. ഇതെങ്ങനെ യാദൃശ്ചികമായി രണ്ടുപേരും മോളേത്? യാദൃശ്ചികമായി രണ്ടുപേരും എങ്ങനെ ഇതെന്റെ എത്തി വന്നെത്തി? എന്താണ് അങ്ങനെ ചുറ്റി വെച്ചിരിക്കണവൻ? തുറന്നോ. അതെടുക്കുന്നില്ല, അതവിടെ തന്നെ അതൊന്നില്ല. താങ്ക് യു. എല്ലാവരും അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് തന്നു. ഞങ്ങളിതേ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. മധുവിധുവിനാണ് ബുക്ക് ചെയ്തത്. പിന്നെ നമ്മളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഈ ഒരു വള ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. ഈ ഒരു ആഗ്രഹം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എന്താ പറയുക, അതൊരു സന്തോഷം. അതുപോലെ എനിക്ക് ഏട്ടന് കൊടുത്തപ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഏട്ടൻ എന്താ പറയുക, ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല കേട്ടോ, പക്ഷെ എനിക്ക് വേണ്ടി എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയാണ്. എന്നെ പേടിയാണ് ആ ഒരു കാര്യത്തിൽ. നമ്മൾ ഇത്രയും സാധനം ഒരു കൊടുത്തിട്ട് തിരിച്ച് എക്സ്പ്രഷൻ കിട്ടിയില്ലെങ്കിൽ വൈകിട്ട് എൻ്റെ വക ഒരു പണി ഉണ്ടാവും അറിയാം. അതുകൊണ്ട് എക്സ്പ്രഷൻ ഏട്ടൻ എന്തായാലും വാരിക്കോരി ഇട്ട് തരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞങ്ങളിപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും വെഡിങ് ആനിവേഴ്സറി ഏത് ഇയറായെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. 9 വർഷമായി. അടുത്തത് 10ാമത്തെ വിവാഹ വാർഷികമാണ്. 10th വെഡിങ് ആനിവേഴ്സറി ആണ് നെക്സ്റ്റ് വരാൻ പോണത്. ഞാനൊരു ഷോർട്ട്സ് ഇട്ട പോലെ തന്നെ അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഏട്ടൻ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള കൃത്യമായ ധാരണ എനിക്ക് ഇപ്പോഴേ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വർക്കിങ്ങിലും കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യും. എൻ്റെ സേവിങ്സ് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വയ്ക്കും. ആ ഒരു എല്ലാ പ്ലാനിങ്ങും എനിക്ക് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അതായത് എങ്ങനെയെങ്കിലും ആളെ ഹാപ്പി ആക്കുക, സർപ്രൈസസ് കൊടുക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സമയം 9:30 ആവാണ് കേട്ടോ. 10:10 നമുക്ക് ഷോ. തൊട്ടപ്പുറത്തെ മാളാണ്, ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ തലവേദന വീണ്ടും വരുന്നുണ്ട്. ഇനിയും കുത്തണം. ഇനിയും കുത്തേണ്ടി വരുമോ? പക്ഷെ നല്ലൊരു ഉറങ്ങിക്കഴിയുമ്പോൾ അത് ശരിയാവേണ്ടതാണ്. പിന്നെ ഡോസ് അടിച്ചതിൻ്റെ ഒരു മരുന്ന് ചെന്നതിൻ്റെ ഒരു ക്ഷീണം എനിക്കുണ്ട്. പാറു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായില്ല ലെറ്റർ. ആരാ എഴുതി തന്നേ? ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം. അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ
എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ വളരെ കുറവായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. പക്ഷേ മധു ഇത് കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കണ്ടോളൂ. നല്ലൊരു ഫാമിലി മൂവിയാണ്. നല്ലൊരു ഹാപ്പിനെസ് തരുന്ന, മനസ്സിന് നല്ലൊരു കുളിർമ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു സിനിമയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സിനിമയ്ക്ക് ഇരുന്ന് നമ്മൾ പിള്ളേരൊന്നും യാതൊരുവിധ വാശിയില്ലാണ്ട് പോന്നു. അങ്ങനെ നമ്മുടെ 9ാമത്തെ വിവാഹ വാർഷികവും കഴിഞ്ഞു. നമ്മുടെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതിൻ്റെ ഷൂട്ടിൻ്റെ 9th വെഡിങ് ആനിവേഴ്സറിയുടെ ഷൂട്ടിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ 9ാമത്തെ വെഡിങ് ആനിവേഴ്സറി 1:11 സമയത്ത് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 1:13 നമ്മൾ സിനിമ ഒക്കെ കഴിഞ്ഞ് എത്തി. വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ഷർട്ട് ഇട്ടില്ല, വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഷർട്ട് സാറില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? ഫേസ് കണ്ടില്ല, ഫേസ് മാത്രം കണ്ടാൽ മതി, വേറൊന്നും കണ്ട. ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഇത്രയും ഓക്കെ. ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചില്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഉച്ചയിപ്പോൾ തുടങ്ങിയ തലവേദന. എനിക്ക് ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര പേടിയുള്ള ആളാണ്. ആ ഇഞ്ചക്ഷൻ ഞാൻ എടുക്കാനായിട്ട് എനിക്ക് ആലോചിച്ചു ഞാൻ ഇവിടെ ഡോക്ടർക്ക് പോകാൻ നന്നായി. ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വന്നു. വോമിറ്റും ചെയ്തു, കൊള്ളാവെന്ന് വിചാരിച്ചു. പക്ഷെ മരുന്ന് കഴിച്ചുകൊണ്ട് വൈകുന്നേരം ഇഞ്ചക്ഷൻ കിട്ടിയോണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ബെറ്ററായി. ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ഈ ഗിഫ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏട്ടന് ഗിഫ്റ്റ്. എന്ന് തൊട്ടേ വർഷങ്ങൾക്ക് മുമ്പോട്ടേ എൻ്റെ ആഗ്രഹമാണ് ഏട്ടൻ്റെ കൈക്ക് വള വാങ്ങിച്ച് കൊടുക്കണമെന്ന്. പക്ഷേ അന്ന് ഏട്ടന് വർക്ക് ഉള്ളതുകൊണ്ട് എന്താ പറയുക, ഏട്ടൻ്റെ ജോലി സംബന്ധമായിട്ട് ഏട്ടന് വള യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് വള ഡാമേജ് ആവും, അവരെ പണിക്കത് ഓക്കെ അല്ലായിരുന്നു. അപ്പം അതായ ഒരു പ്രശ്നം കൊണ്ട് കുഞ്ഞു വയറ് കണ്ടു. പക്ഷെ പിന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് ഒരുപാട് പേരെ കയ്യിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു സാധനം. പക്ഷെ ഞാൻ ഇതൊട്ട് എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞ ഡേറ്റ് ഓർമ്മയില്ല കണ്ണില്. 29 എന്നുള്ള ഫോട്ടോ എടുക്കണമെന്ന് മനസ്സിലായിരുന്നു. എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും വാങ്ങിക്കാൻ പോയായിരുന്നല്ലേ? ഞാൻ ആരോട് പറഞ്ഞത് ഗിഫ്റ്റ് മേടിക്കാൻ പോയിട്ടുള്ളതല്ലേ? പക്ഷെ എനിക്കുണ്ടല്ല, വേറൊന്നുമല്ല. ഇപ്പം ഗോൾഡ് നമുക്ക് എന്നും ഇപ്പം ഏട്ടൻ എന്ത് ഓർണമെന്റ്സ് എനിക്ക് എന്ത് ഓർണമെന്റ്സ് ആയാലും നാളേക്ക് ഉള്ളൊരു മുതൽക്കൂട്ടാണല്ലോ. അത് നമ്മൾ എങ്ങനെയായാലും ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഗുഡ് അല്ലേ? അതിന്റെ പകരം ഞാൻ ഏട്ടനോട് 70 Pro Max ഏട്ടന് വാങ്ങിച്ചെന്നിരുന്നെങ്കിൽ ഏട്ടനെ പിടിക്കില്ലല്ലോ. അതൊക്കെ വിട്, ഗിഫ്റ്റ് ഒക്കെ വിട്. നമ്മുടെ ഗിഫ്റ്റ് വിടാൻ പറ്റില്ല. ഗിഫ്റ്റ് എത്രത്തോളം അതുകൊണ്ടല്ല ആഗ്രഹമില്ല, നമുക്കറിഞ്ഞാ പോരെ. കാരണം ഒരുപാട് ആൾക്കാർ ഇന്നലെ കൊടുക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ എന്റെ കെട്ടിയവന്മാര് വാങ്ങിച്ചിട്ട് എന്റെ കെട്ടിയോള് അങ്ങനെ ചിന്തിക്കണം. മറ്റുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതല്ല പറഞ്ഞത്. ഒരാൾക്ക് പോലും നമ്മൾ സന്തോഷിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർക്കത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ടത് ചിലപ്പോൾ ഓരോരുത്തർക്ക് ഒരു ചെറിയൊരു വിഷമം വന്നാലോ ഞാൻ വിഷമം വരും കാര്യമായിട്ടൊക്കെ പറഞ്ഞത്. നമ്മളിപ്പോ ഞാനൊരു കാര്യം പറ്റും, നമ്മളൊരു റീല് കണ്ടോ, നീ പറഞ്ഞില്ലേ കുറച്ചത് ഞാനൊരു ഇങ്ങനത്തെ വള കണ്ടപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ശരിയാ. അല്ല അത് ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടെ, ഓർണമെന്റ്സ് ഇഷ്ടപ്പെടുന്ന പോലെ അല്ല. ഇപ്പൊ ഒരു കപ്പിൾസിന്റെ ലൈഫോ ഒരു റീല് കണ്ടിട്ടുള്ള ലൈഫോ കണ്ടിട്ട് ഒരുപാട് ഫാമിലിയിൽ ഇഷ്യൂ നടക്കും കേട്ടോ. അവരങ്ങനെ ചെയ്തു കൊടുത്തു, ഇവരിങ്ങനെ ചെയ്തു കൊടുത്തു പറഞ്ഞിട്ട് അതുള്ള സംഭവമാണ്. അവനങ്ങനെ ചെയ്തു കൊടുത്തില്ലേ, എനിക്ക് ചെയ്ത് തരുന്നില്ല. ഏട്ടൻ പറഞ്ഞ സാധനം പോയിന്റ്. പക്ഷെ അതങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്, വേസ്റ്റാണത്. അങ്ങനല്ല. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ 9ാമത്തെ കഴിഞ്ഞു. കണ്ണടച്ച് തുറക്കുന്നേക്കാൾ മുമ്പ് 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പൊ സമയം 1:15, 9 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷം ഞാൻ എന്ത് ഗിഫ്റ്റ് എടുക്കുന്നത്? 1 2 3 4 5 6. കഴിഞ്ഞ വർഷം ഈ റിങ് തന്നത്. കഴിഞ്ഞ വർഷം ഞാൻ തന്നത് മോതിരം എവിടെ ഇടയ്ക്കുന്നത്? ലോക്കറ്റ്
അതെ 9 വർഷങ്ങൾക്ക് മുമ്പ് 1.25 നമ്മൾ ഞാനിങ്ങനെ ഉരുളക്കിഴങ്ങും വെച്ചിങ്ങനെ എടന്റെ കണ്ണൊക്കെ എന്റെ ബൾബായിട്ടിരിക്കുക. ഇവള് കൂർക്കം വെച്ചിട്ട് ഞാൻ നല്ല ഉറക്കായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കഥ തന്നെ നമ്മ കഴിഞ്ഞ വ്ലോഗിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൊല്ലം ഓർക്കണേ കണ്ണിന്റെ കേസ് എന്റെ മാല ബൾബായിട്ടുണ്ടായിരുന്നു കണ്ണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും 9 കൊല്ലം മുമ്പ് അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് വലിയ പ്രത്യേകത ഉണ്ടായില്ല. ഹാലജൻ ബൾബ് ഇങ്ങനെ അടിച്ചേച്ചപ്പോ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ വിഷ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഞാൻ മാക്സിമം ഞാൻ ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അവർക്കൊക്കെ ഒരുപാട്. അപ്പൊ ഗൈസ് ഗുഡ് നൈറ്റ്. 1:15 സമയം. ബൈ. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു.